പാലക്കാട് പനയമ്പാടത്ത് റോഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ മന്ത്രിസഭാ യോഗം ഇന്ന് ചർച്ച ചെയ്യും. റോഡിൽ എന്തെല്ലാം നടപടികൾ കൈക്കൊള്ളണം എന്നതിൻ്റെ രൂപരേഖ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയതിന് പിന്നാലെയാണ് മന്ത്രിസഭാ യോഗം ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ പാലക്കാട് പനയമ്പാടത്തെ അപകട മേഖലയിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. നേരത്തെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ചർച്ച നടന്നിരുന്നു. പനയമ്പാടത്ത് സ്ഥിരമായി ഡിവൈഡർ സ്ഥാപിക്കുന്നതുൾപ്പെടെ തീരുമാനങ്ങൾ അന്ന് കൈക്കൊള്ളുകയും ചെയ്തതാണ്. മാത്രമല്ല, ദേശീയപാത അതോറിറ്റിക്ക് റോഡിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്നത് സംബന്ധിച്ച് രൂപരേഖ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗം വിഷയം വീണ്ടും ചർച്ച ചെയ്യുന്നത്. ദേശീയപാത അതോറിറ്റി എന്തെല്ലാം നടപടികൾ ആരംഭിച്ചു, അപകടത്തിന് പിന്നാലെ റോഡ് പരുക്കനാക്കി മാറ്റിയത്, താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ചത്, പോലീസുകാരെ റോഡിൽ വിന്യസിച്ചത് ഉൾപ്പെടെയുള്ള നടപടികൾ എത്രമാത്രം ഫലപ്രദമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. പ്രദേശത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് എതിർദിശയിലേക്ക് മാറ്റൽ, കൂടുതൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. നേരത്തെ IIT ഉൾപ്പെടെ റോഡിൽ അപകടങ്ങൾ ഉണ്ടാവുന്നത് സംബന്ധിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ളതിനാൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമില്ല എന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. അതേസമയം ഇനി അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് ശാശ്വതമായ പരിഹാരം വേണം എന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. മാത്രമല്ല, സർക്കാർ കൈക്കൊള്ളുന്ന ഓരോ നടപടികളും കൃത്യമായി അറിയിക്കാമെന്ന് പറഞ്ഞ വാക്ക് പാലിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ജനം, പാലക്കാട്.